സിദ്ധാർത്ഥുമായുള്ള വേദികയുടെ അതിരുവിട്ട ബന്ധത്തിന്റെ ഫലമായി അങ്ങനെ വേദികയ്ക്ക് അത് സംഭവിക്കുകയാണ്. വേദിക ഒരു അമ്മയാകാൻ പോകുന്നു. അതെ, വേദികയും സിദ്ധാർത്ഥിനും ഒരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്. അധികം വൈകാതെ തന്നെ വേദിക ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പോൾ ശീതളിനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ തുറുങ്കിലടയ്ക്കപ്പെട്ട വേദികയ്ക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഒരു കാര്യം സിദ്ധാർത്ഥും തിരിച്ചറിയുകയാണ്. വേദികയ്ക്കും സിദ്ധാർത്ഥിനും ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. ഈ ഒരു വാർത്ത അറിയുന്നതോടുകൂടി സിദ്ധാർത്ഥ് ആകെ തകർന്നു പോവുകയാണ്. തൻ്റെ മാനവും അഭിമാനവും എല്ലാം പോയെന്നും അതുപോലെ തന്നെ വേദികയെ ഇനി സ്വീകരിച്ചില്ലെങ്കിൽ ഒരിക്കലും അത് വലിയ വിപത്തായി മാറുമെന്നും സിദ്ധാർത്ഥ് തിരിച്ചറിയുന്നു. അങ്ങനെ വേദികയുടെ കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്നു എന്നുള്ള വാർത്ത ശ്രീനിലയെ മുഴുവൻ തിരിച്ചറിയുകയാണ്. അത് സമ്പത്തും മറ്റുള്ളവരും എല്ലാം അധികം വൈകാതെ തന്നെ തിരിച്ചറിയുന്നു. അങ്ങനെ മകൻ നീരവിനെ വിട്ടുതരില്ലെന്ന് സമ്പത്ത് ഉറപ്പിച്ചു പറയുന്നു. നിനക്കും ഇയാൾക്കും ഇനി ഒരുമിച്ച് ജീവിക്കാമെന്നും ഞാനും എൻ്റെ മകനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയില്ലെന്നും ഇവനെ ഒരിക്കലും നിന്റെ അഴിഞ്ഞാട്ടത്തിനും കാണാൻ ഞാൻ വെറുതെ വിടില്ലെന്നും സമ്പത്ത് പറയുന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ വേദിക ഒരു അമ്മയാകുന്നു. എന്നാൽ ഇതറിയുന്നതോടുകൂടി സുമിത്ര സിദ്ധാർത്ഥിന് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. പ്രായം ഇത്രയുമായിട്ടും മക്കൾ നിങ്ങളോളം വളർന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു എന്ന് സിദ്ധാർത്ഥിനോട് സുമിത്ര ചോദിക്കുന്നു. എന്തായാലും അതോടുകൂടി സിദ്ധാർത്ഥ് നാണം കെട്ട് തലകുനിക്കുകയാണ്.